ഞാനിവിടെ ചോദിക്കാൻ ഇന്നുള്ളത് ആറ്റിങ്ങലിലാണ്. ആറ്റിങ്ങൽ നഗരസഭയിലെ 12ാം വാർഡാണിത്. ഇവിടെ നഗരസഭയ്ക്ക് ഏകദേശം 1 ഏക്കറോളം ഭൂമിയുണ്ട്. ഈ ഭൂമിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ കാത്തുകിടക്കുന്ന പ്രവർത്തനം അവസാനിപ്പിച്ച നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങൾ നഗരസഭയുടെ അനാസ്ഥയുടെ നേർക്കാഴ്ചകളാണ് എന്ന് തന്നെ പറയാം. നമുക്ക് പിന്നിൽ കാണുന്ന ഈ ലേഡീസ് ഹോസ്റ്റൽ ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് പണി പൂർത്തീകരിച്ച കെട്ടിടമാണിത്. ഇതുവരെ ഇത് ഉദ്ഘാടനം ചെയ്യാനോ ഇവിടെ ഹോസ്റ്റൽ സംവിധാനം നടപ്പിലാക്കാനോ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിനോട് ചേർന്ന് തന്നെ ഒരു അംഗൻവാടിയുണ്ട്. ഈ അംഗൻവാടിയുടെ സമീപത്ത് കാട് കയറി കിടക്കുന്ന ഒരു 80 സെൻറ്റോളം ഭൂമിയുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു വൃദ്ധസദനം അത് നേരത്തെ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ അതും ഏതാണ്ട് പ്രവർത്തനം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇതൊക്കെയാണ് നഗരസഭയുടെ കീഴിൽ ഈ പ്രദേശത്തുള്ള അനാസ്ഥകൾ എന്ന് നമുക്ക് പറയാം. ഏഴ് വർഷമായി ഉദ്ഘാടനം കാത്തുകിടക്കുന്ന നഗരസഭയുടെ വനിതാ ഹോസ്റ്റലിന് സമീപത്തുള്ള മുനിസിപ്പൽ ക്വാർട്ടേഴ്സാണിത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നഗരസഭയിലെ കണ്ടിജന്റ് വിഭാഗം ജീവനക്കാർക്ക് വേണ്ടി നഗരസഭ നിർമ്മിച്ച് നൽകിയിരുന്നതാണിത്. എന്നാൽ കാലാകാലങ്ങളിൽ ഇതിനുള്ള അറ്റകുറ്റപ്പണികൾ നടത്താത്തത് കാരണം പലതും വാസയോഗ്യമല്ലാതെയായി. പലരും ഇവിടം വിട്ടുപോയി. അതോടുകൂടി നഗരസഭ ഈ പ്രദേശത്തെ പൂർണ്ണമായും തഴയുകയായിരുന്നു. ഇന്നത് കാട് കയറി ഈ പ്രദേശത്തിനാകെ ഒരു ശാപമായി നിലകൊള്ളുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അംഗൻവാടിയുണ്ട്. അംഗൻവാടിയിലേക്ക് ഈ കാടിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ഇഴജന്തുക്കൾ ഉൾപ്പെടെ കയറി ചെല്ലാറുണ്ട് എന്നും പരാതിയുണ്ട്. എന്തായാലും ഈ പ്രദേശത്തെ ഈ ഭാഗത്തെ ഈ വീടുകളിൽ പലതും ഇന്ന് തുറന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. പകൽ സമയങ്ങളിൽ ഉൾപ്പെടെ സ്കൂൾ വിദ്യാർത്ഥികൾ പോലും ഇവിടെ എത്താറുണ്ട്. ഇവിടെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പലതും നടക്കാറുണ്ട് എന്നൊക്കെ നാട്ടുകാർക്ക് നിരവധി പരാതികളുണ്ട്. എന്തായാലും ഈ പ്രദേശം അനുഭവിക്കുന്ന ഈ നഗരസഭയുടെ ഈ കെട്ടിടങ്ങൾ കാരണം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് എന്താണെന്ന് ചോദിച്ചറിയാം. ആറ്റിങ്ങൽ നഗരത്തിൽ തന്നെ ഏറ്റവും ആക്സസ് ഉള്ളൊരു മേഖലയാണ് ഇതെന്ന് പറയാൻ പറ്റും. കാരണം ദേശീയപാതയിൽ നിന്ന് ഒരു 400 മീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാന പാതയാണ് ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് റോഡ്. അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി മീറ്ററുകളുടെ ദൂരം മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല ഇതിന് ചുറ്റുവട്ടത്ത് നിരവധി സ്കൂളുകളുണ്ട്, കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക്കുകൾ, അംഗൻവാടി, ഇങ്ങനെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുള്ള ഒരു മേഖലയാണ്. ആറ്റിങ്ങൽ നഗരത്തിന് ഇല്ലാത്ത ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ഒരു കളിസ്ഥലം, അതുപോലെ തന്നെ ഒരു മാർക്കറ്റ്, ഇങ്ങനെ നിരവധി പദ്ധതികൾക്ക് സാധ്യതയുള്ളൊരു മേഖല. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റുകൾക്കൊന്നും മുൻകൈ എടുക്കുന്നില്ല, നടപ്പിലാക്കുന്നില്ല? ഈ ഒരു നഗരസഭയിലെ ഭരണ സമിതിയിലുള്ള അംഗം എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ആലോചനകളെങ്കിലും നഗരസഭയിൽ നടന്നിട്ടുണ്ടോ? ആറ്റിങ്ങൽ നഗരസഭയെ സംബന്ധിച്ച് ഞാൻ 2015 മുതൽ ആറ്റിങ്ങൽ നഗരസഭയുടെ കൗൺസിലറാണ്. പല പദ്ധതി നിർദ്ദേശങ്ങളും നമ്മൾ കൊണ്ടുവന്ന് നിർദ്ദേശമായി സമർപ്പിക്കുമ്പോൾ അവർ BJPയുടെ അംഗങ്ങൾ നൽകുന്ന നിർദ്ദേശമെന്ന രീതിയിൽ മുഖവിലയ്ക്കെടുക്കാറില്ല. അതുമാത്രമല്ല, ഇവിടെ ഞങ്ങളാണ് വർഷങ്ങളായി ഭരിക്കുന്നത്, ഞങ്ങൾ തീരുമാനിക്കും ഇവിടെ എന്ത് വികസനം വരണം, എവിടെ ഏത് സ്ഥലം വിനിയോഗിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഏകപക്ഷീയമായിട്ടാണ്. അപ്പോൾ ഏകപക്ഷീയമായി തീരുമാനിക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള മുതിർന്ന മുൻ കൗൺസിലർമാരുൾപ്പെടെ ഉള്ളവരുടെ തീരുമാനവും അജണ്ടയുമാണ് നടപ്പിലാക്കുന്നത്. ഇന്നത്തെ വികസന കാഴ്ചപ്പാടനുസരിച്ച് കഴിഞ്ഞ 2020 ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് സ്ലാട്ടർ ഹൗസ് നിർമ്മിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 4 കോടി രൂപ അനുവദിച്ചിരുന്നു. അതനുസരിച്ച് ശുചിത്വ മിഷനിൽ നിന്ന് നമുക്ക് ഫണ്ട് ഗ്രാൻറ്റ് ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങളും സർക്കുലറും അത് സംബന്ധിച്ച രേഖകളും എത്തി. പക്ഷെ അതിനെ സംബന്ധിച്ച കൃത്യമായ സമയത്തിനുള്ളിൽ എസ്റ്റിമേറ്റ് എടുത്ത് അംഗീകാരം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള തടസ്സപ്പെടുത്തുന്ന രീതിയാണ് ഭരണപക്ഷത്തിൽ നിന്നുണ്ടായത്. അതുമൂലം ആ പൈസ നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് 6 കോടി രൂപയോളം ഉപയോഗിച്ചുകൊണ്ട് മിഷനറി സ്ഥാപിച്ച് പുനർനിർമ്മിച്ച് സ്ഥാപിക്കുമെന്നുള്ള രീതിയിൽ പുതിയ നടപടിക്രമവുമായി മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ടൗൺ ഹാളിനെ സംബന്ധിച്ചും ആറ്റിങ്ങൽ നഗരസഭയുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പ്രധാനമായിട്ടും നാഷണൽ ഹൈവേയുടെ തീരത്തുള്ള ടൗണിലുള്ള വസ്തുവാണ്. അവിടെ ഒരു ടൗൺ ഹാൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ആലോചിക്കുകയും ആ പദ്ധതി നിർദ്ദേശം സ്വന്തം ഇഷ്ടപ്രകാരം പല ഘട്ടങ്ങളായി നടത്തുവാൻ ഏകപക്ഷീയമായി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ ടൗൺ ഹാൾ
പുനർനിർമ്മിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ നിലനിൽക്കുന്നത്. നഗരസഭയ്ക്ക് ജനോപകാരപ്രദമായ പല പദ്ധതികളും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. അത്രയും ആക്സസ് ഉള്ളൊരു മേഖലയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നഗരസഭ ഈ പ്രദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇതിവിടെ ഉപേക്ഷിച്ചതല്ല. ഒരു കണക്ക് നോക്കിയാൽ 2017-18 കാലഘട്ടത്തിൽ ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ച്, വനിതാ ഹോസ്റ്റലെന്നും പറഞ്ഞ് മറ്റൊന്നും പറഞ്ഞിട്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ചു. പക്ഷെ അതെല്ലാം കാട് കയറി കിടക്കുകയാണ്. ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഒളിത്താവളമായിട്ട് അവിടെ മാറിക്കഴിഞ്ഞു. തൊട്ടടുത്തൊരു സ്കൂളുണ്ട്, ഗവൺമെൻറ് പോളിടെക്നിക്കൽ ഉൾപ്പെടെയുള്ള സ്കൂളുണ്ട്. അവിടെയുള്ള കുട്ടികൾ പോലും ഇവിടെ മയക്കുമരുന്നിനും മറ്റുള്ളതും ഇവിടെ ഇരുന്ന് ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാര്യം ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇതിനാരും ഉത്തരവാദി? സ്കൂളുകളിലോ കോളേജുകളിലോ ഉള്ള പ്രിൻസിപ്പാൾ പറഞ്ഞാൽ അവരെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമായി മാറി. സാമൂഹ്യ വിരുദ്ധർ എന്ന് പറയപ്പം പല രീതിയിലുള്ള സാമൂഹ്യ വിരുദ്ധർ ഇവിടെ അഴിഞ്ഞാടുകയാണ്. അതിന് നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്നില്ല, ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നില്ല, ഒന്നുമില്ല. ഈ കെട്ടിടം ഇതേ കണക്കിത് ഇവിടെ പൊളിഞ്ഞു കിടക്കുന്നു. ഇത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്ന സാധാരണക്കാർക്ക് വേണ്ടിയും ഈ SC/ST വിഭാഗത്തിന് വേണ്ടിയും ചെയ്ത കെട്ടിടമാണ്. ഇപ്പോൾ ഇവിടെ എന്താണ് നടക്കണം? ഇപ്പം ഞാൻ മനസ്സിലാക്കിയതാണെങ്കിൽ ഇവിടെ ഈ ശ്മശാനത്തിൽ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരാളിൻ്റെ ഒരു സങ്കേതമായി ആ മുനിസിപ്പൽ സ്ഥലം മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്നത് അദ്ദേഹം ഒരു അമ്പലത്തിൻ്റെ രീതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോഴികളെയൊക്കെ വെച്ച് ചില കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തി. അങ്ങനെ മുനിസിപ്പാലിറ്റി അതിലൊക്കെ വന്നെന്നുള്ളതല്ലാതെ അതിനൊന്നും യാതൊരു നടപടിയില്ല. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ്. മറ്റൊരു കാര്യം, ആവശ്യത്തിൽ കൂടുതൽ ഫർണിച്ചർ സാധനങ്ങളും മറ്റുള്ളതെല്ലാം ഉണ്ടായിരുന്നു. ഒരു പാർട്ടി സഖാവിൻ്റെ കയ്യിലാണ് ആ താക്കോലിരിക്കുന്നത്. അതിൽ കൊള്ളാവുന്നുള്ള ഫർണിച്ചറുകളെല്ലാം അദ്ദേഹം എന്നേ കൊണ്ടുപോയി. നടപടി ഉണ്ടായില്ല. ഇതെല്ലാം ജനങ്ങളെ നികുതിപ്പണം കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. ആരുടെ പോയി ചോദിക്കാൻ? ആരുടെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യം പറഞ്ഞാൽ പറയുന്ന സ്ഥലത്ത് അവിടെ വെച്ച് നിൽക്കുക എന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. ഇത് ആറ്റിങ്ങൽ നഗരസഭയിലെ 12-ാം വാർഡാണ്. തൊട്ടടുത്ത വലിയ പോളിടെക്നിക്കലും കാര്യങ്ങളും ഉണ്ട്. എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്? വികസന പ്രവർത്തനം ഇപ്പോഴില്ല. കാര്യം ഞാൻ അന്വേഷിച്ചതിൽ നിന്നും, ഞാനും ഒരു പൊതുപ്രവർത്തകനാണ്, ഞാൻ അന്വേഷിച്ചതിൽ നിന്നും ആറ്റിങ്ങൽ നഗരസഭ ഇപ്പോൾ റോഡ് വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന 2 ലക്ഷം രൂപയാണ്. ഈ 2 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ഒരു റോഡ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു പദ്ധതി വന്നു, FSTP. കക്കൂസ് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും അത് റീസൈക്ലിംഗ് ചെയ്യുന്നതിനും തുടർന്നുള്ള വെള്ളം നമ്മുടെ ചെടികൾക്കും അല്ലെങ്കിൽ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന തരത്തിൽ ഒരു പുതിയ പദ്ധതി വന്നപ്പോൾ അതിന് സ്ഥലം കണ്ടെത്താനായിട്ട് നഗരസഭ ഓടുകയാണ്. പക്ഷെ പല സ്ഥലത്തും നഗരസഭ സ്ഥലം കണ്ടെത്തുമ്പോൾ അവിടുത്തെ നാട്ടുകാരുടെ എതിർപ്പ് മൂലം ചെയ്യാനാവാത്ത അവസ്ഥ. പക്ഷേ ഇതുവരെയായും അത്തരത്തിൽ സ്ഥലം കണ്ടെത്തുമ്പോൾ ഈ നഗരസഭയുടെ സ്വന്തം അധീനതയിലുള്ള 1 ഏക്കറിന് മുകളിലുള്ള ഈ വസ്തു എന്തുകൊണ്ട് വിനിയോഗിക്കാൻ തയ്യാറാകുന്നില്ല? ഇതിന് മുന്നേ പല പദ്ധതികൾ വന്നിട്ട് പോലും, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ വഴിയോരത്തുള്ളവരും അതുപോലെ തന്നെ സ്വന്തമായി വീടില്ലാത്തവരുമൊക്കെ കടത്തിണ്ണയിൽ ഉറങ്ങുന്നവർക്കുമൊക്കെ കിടക്കുന്നതിനായിട്ട് അവർക്ക് വേണ്ടി ഒരു ഷെൽട്ടർ നിർമ്മിക്കുവാനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വന്നു. അതിനും സ്ഥലം കണ്ടെത്തിയത് വലിയൊന്ന് ആശുപത്രിയുടെ മോർച്ചറിയുടെ പിറകിലുള്ള ഭാഗത്തൊരു ചെറിയ പോർഷൻ. കാരണം ആ ഫണ്ട് വിനിയോഗിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട്. പക്ഷെ ആ സമയത്തും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് കൊണ്ടുവന്നാൽ അത് നടപ്പിലാക്കാനുള്ള ഊർജ്ജസ്വലത അല്ലെങ്കിൽ അതിനുള്ള ആർജവം ചെയർപേഴ്സന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള മുനിസിപ്പൽ കോളനി പ്രദേശം പരിശോധിച്ചാൽ കുറേ ഭാഗത്ത് അനധികൃതമായി ഒരു വ്യക്തി കൈവശം വെച്ചിരിക്കുന്ന വിറവും അവൻ്റെ ആക്രി സാധനങ്ങളുമൊക്കെ സൂക്ഷിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് വനിതാ ഹോസ്റ്റലിൻ്റെ പേരിൽ കെട്ടിടം നിർമ്മിച്ചു വെച്ചിട്ട് ഈ നാളിതുവരെയായി വനിതാ ഹോസ്റ്റൽ തുറക്കാനാവാത്ത അവസ്ഥയിൽ പൂട്ടിക്കിടക്കുന്നു. ആകെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം മുഴുവനും ഈ നഗരസഭ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുമ്പോൾ ട്യൂബ് ലൈറ്റുകൾ, അവശേഷിക്കുന്ന ട്യൂബ് ലൈറ്റുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി മുനിസിപ്പൽ കോളനിയുടെ പഴയ കെട്ടിടം ഉപയോഗിക്കുന്നു. പക്ഷേ ആ കെട്ടിടത്തിനകത്തേക്ക് നമ്മൾ കയറി നോക്കുമ്പോൾ നമുക്ക് കാണാം
ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായ ലഹരി ഉപയോഗം. ആ ലഹരി ഉപയോഗത്തിൽ MDMA ഉൾപ്പെടെയുള്ള കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താവളമായി ഇത് മാറിയിരിക്കുന്ന വിവരം അനവധി പ്രാവശ്യം നഗരസഭ അധികൃതരെയും ചെയർപേഴ്സണെയും ധരിപ്പിച്ചിട്ടും യാതൊരു നടപടിയുമില്ല. ഇത് സ്വന്തമായി അറിയാം. ഈ ബിൽഡിങ്ങിനുള്ളിൽ ഇവിടെ താമസിക്കുന്നവരുൾപ്പെടെയുള്ള അവർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ഇത് ഒന്നുകിൽ പൂട്ടിയിടണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ കഥകൾ അടച്ചുപൂട്ടണം എന്ന് പറഞ്ഞിട്ട് പോലും അത് ശ്രദ്ധിക്കാതെ ഇത് യുവാക്കൾക്കും അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നവർക്കും വേണ്ടി തുറന്നു കൊടുക്കുന്ന അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ നഗരസഭയുടെ ഈ ഇത്തരത്തിൽ ചെയർപേഴ്സൺ യാതൊരുവിധ പദ്ധതിയോ അല്ലെങ്കിൽ ഇത് പൂട്ടണം, ഇല്ലെങ്കിൽ ഇത് കൃത്യമായും അടച്ചുപൂട്ടുള്ള ഒരു ഗേറ്റ് സ്ഥാപിക്കണം എന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ തീരുമാനിക്കും, ഏകപക്ഷീയമായി CPM തീരുമാനിക്കും, ആ കാര്യം മാത്രമേ ആറ്റിങ്ങൽ നഗരസഭയിൽ നടപ്പിലാക്കാൻ പാടുള്ളൂ, നടപ്പിലാക്കൂ എന്ന നിർബന്ധ ബുദ്ധിയാണ് ഇത്തരത്തിൽ ശോചനീയ അവസ്ഥ എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. എൻ്റെ വീട്ടിൻ്റെ മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു 10-15 മീറ്റർ ഇൻ്റർലോക്കും ചെയ്ത് കോൺക്രീറ്റും ചെയ്തു. കൗൺസിലറോട് ഞാൻ ചോദിച്ചു, ഞാൻ 8-ാം വാർഡിൽ താമസിക്കുന്നതാണ്. ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ് 2 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിക്കുണ്ട്. അപ്പോൾ ഒരു വാർഡിനകത്ത് ഒരു റോഡ് വികസനത്തിനായാലും വികസന കാര്യങ്ങൾക്കായാലും 2 ലക്ഷം രൂപ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഈ നഗരസഭ ഇവിടെ ഏതെല്ലാം രീതിയിൽ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്ത് കാര്യമാണ് നഗരസഭ എന്ന് ഇപ്പോഴവർ കൊട്ടിഘോഷിച്ച് ആഘോഷിക്കുന്നു. ഇവിടെ മാലിന്യമുക്ത നഗരസഭ പ്രഖ്യാപിച്ചു. എന്തടിസ്ഥാനത്തിലാണ് നഗരസഭയ്ക്ക് മാലിന്യമുക്ത നഗരസഭ എന്ന പേര് കൊടുക്കുന്നത്? ഇവിടെ ഈ കോമ്പൗണ്ടിൽ തന്നെ തൊട്ട് ചേർന്നൊരു വൃദ്ധസദനം ഉണ്ടായിരുന്നു. അതെല്ലാം പൂട്ടിയിട്ട് എത്രയോ വർഷങ്ങളായി. അപ്പം നഗരസഭയെ സംബന്ധിച്ച് നഗരസഭ ഒരു കാര്യങ്ങളും ഈ നഗരസഭയ്ക്ക് അത് അകത്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർ ഈ ഫണ്ട് പൈസ എന്ത് ചെയ്യുന്നു? ഏതെല്ലാം രീതിയിൽ വരുമാന മാർഗങ്ങൾ ഈ നഗരസഭയ്ക്കുണ്ട്. ഈ നഗരസഭ എന്ത് ചെയ്യുന്നു? അപ്പം നഗരസഭയുടെ ഭരണം എന്ന് പറയുന്നത് അവരൊക്കെ പൂജ്യത്തിൽ നിന്നും പൂജ്യത്തിലോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. ആ അവസ്ഥയ്ക്കാണ് ഇതും സാക്ഷിയാവുന്നത്. എന്ത് കാര്യം ചെയ്തിട്ടുണ്ട്? ഒരു കാര്യം. ഇപ്പം ഈ 5 വർഷം തികയാൻ പോകുന്നു. ഈ 5 വർഷത്തിനിടയിൽ ആറ്റിങ്ങൽ നഗരസഭ ചെയ്ത ഒരു കാര്യം നഗരസഭ ചെയർപേഴ്സണിനോ ഇല്ലെങ്കിൽ വൈസ് ചെയർമാനോ പറയാനുണ്ടോ? 9 വർഷമായി ആ നഗരസഭയിലെ മുനിസിപ്പൽ ടൗൺ ഹാൾ പൊളിച്ചിട്ടിട്ട് ഇപ്പം എത്ര കോടി രൂപയിൽ ചെന്ന് നിൽക്കുന്നു? എന്ത് ചെയ്തു നഗരസഭ? അപ്പം നഗരസഭ ചെയ്യുന്നത് എല്ലാം ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾ മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും തുടരും എന്ന് തന്നെയാണ് അവരുടെ പ്രവൃത്തിയിൽ നിന്നും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് മാത്രമല്ല, ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോയെന്നറിയാമേ, ബസ് ബോർഡുകൾ വയ്ക്കാൻ പാടില്ല. ആറ്റിങ്ങൽ ഹൈവേയിൽ ഒരു റോഡിൽ സെൻറ്ററിലൊരു ഇത് കൊടുത്തുകൊണ്ട് ഡിവൈനർ കൊടുത്തുകൊണ്ട് അങ്ങേറ്റം ഇങ്ങേറ്റം ബസ് ബോർഡുകളല്ലേ ഇരിക്കുന്നു. ഇതാരെ സഹായിക്കാനാണ്? ഇതെല്ലാം അഴിമതിക്ക് കൂട്ടുനിന്നുകൊണ്ട് അവരിൽ നിന്നും ആ സ്ഥാപനങ്ങളിൽ നിന്നും കൈക്കൂലി മേടിക്കുവാൻ വേണ്ടി നഗരസഭ കൂട്ടുനിൽക്കുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ആരോപിക്കുകയാണ്. ആറ്റിങ്ങൽ നഗരസഭയുടെ ഈ പ്രദേശത്തിൻ്റെ സമീപത്തുള്ള വാർഡിലെ കൗൺസിലറാണ്. അപ്പം ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു നമുക്ക് അനാസ്ഥയുടെ കേന്ദ്രം എന്ന് തന്നെ പറയാൻ പറ്റും. എന്തെങ്കിലും പ്രോജക്റ്റുകൾ നഗരസഭ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്? എന്തെങ്കിലും നടപ്പിലാക്കാനുള്ള പദ്ധതിയുണ്ട്? അതുപോലെ തന്നെ ഈ വനിതാ ഹോസ്റ്റൽ, ഇതൊക്കെ പലതവണ ചെയർപേഴ്സൺ മറ്റൊക്കെ ഇത് ഉടനെ തന്നെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് നിലവിൽ ഇതിൻ്റെയൊക്കെ ഒരു സാഹചര്യം? ആറ്റിങ്ങൽ നഗരസഭയുടെ കണ്ണായ ഭാഗത്ത് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളുള്ള സ്ഥലത്ത് ഏകദേശം 1 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് ഈ മുനിസിപ്പൽ കോളനി സ്ഥിതി ചെയ്യുന്നത്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ വൃദ്ധസദനമുണ്ട്, തൊട്ടപ്പെടുത്തൊരു അംഗൻവാടിയുണ്ട്. അതിനോട് ചേർന്ന് നഗരസഭ ഇനിയും തുറക്കാത്ത ഒരു ലേഡീസ് ഹോസ്റ്റലുമുണ്ട്. നമുക്ക് കാണാൻ കഴിയും ഈ ഒരു പ്രദേശമാകെ കാട് മൂടി കിടക്കുകയാണ്. നഗരസഭ ഇപ്പോൾ ഈ പ്രദേശം ഉപയോഗിക്കുന്നത് നഗരസഭയുടെ കേടായ വാഹനങ്ങളുടെ ശവപ്പറമ്പായിട്ടും അതോടൊപ്പം തന്നെ നഗരസഭയുടെ ശ്മശാനം ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തിയുടെ ഗോഡൗണായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് ഇപ്പോൾ ഈ നഗരസഭ ഉപയോഗിക്കുന്നത്.
നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രോജക്റ്റ്, ഞാൻ ആറ്റിങ്ങൽ നഗരസഭയിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഒരു അംഗമാണ്. ആ സമയത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പലപ്പോഴും ഈ ഒരു പ്രദേശത്തെ നമുക്ക് മാറ്റിയെടുക്കണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നഗരസഭയ്ക്ക് വരുമാനം ഉളവാകുന്ന കാര്യങ്ങൾ മാറ്റി എടുക്കണമെന്ന് പറഞ്ഞ് പല പ്രോജക്റ്റും വെച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് ഇതൊരു ഫാം, നഗരസഭയ്ക്ക് പ്രത്യേകമായിട്ട് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡയറി ഫാമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. നഗരസഭ തന്നെ പാൽ ഉൽപ്പാദിപ്പിക്കും, അനേകം പേർക്ക് തൊഴിൽ ലഭിക്കും, അതൊരു നഗരസഭയ്ക്ക് ഒരുപാട് വരുമാനം ഉണ്ടാകും. അങ്ങനെ ഒരു പ്രോജക്റ്റ് വെച്ചു. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് ഫ്ലാറ്റ്, നമുക്ക് ഈ പഴയ കെട്ടിടങ്ങളിൽ നിന്നൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് പൊളിച്ച് കളയേണ്ട അവസ്ഥയാണ്, ഇനി വേറെ ഇവിടെ താമസിക്കാനൊന്നും ആർക്കും കഴിയത്തില്ല. അപ്പോൾ ഇത് ഇടിച്ചു പൊളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നഗരസഭയുടെ ഒരു ഫ്ലാറ്റ് ഇവിടെ പണിഞ്ഞാൽ നഗരസഭയിൽ തന്നെ ജീവനക്കാർ, മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ജീവനക്കാർ പലരും വാടക കെട്ടിടങ്ങളിലും ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്കിത് വാടകയ്ക്ക് എടുത്താൽ നഗരസഭയ്ക്ക് നല്ലൊരു വരുമാനമാവും. നഗരസഭയുടെ വരുമാനമുള്ള ഒന്നും തന്നെ ഇല്ല. ഈ ഭരണസമിതി അധികാരത്തിൽ യാതൊരു തരത്തിലുള്ള വരുമാനം ഉണ്ടാകുന്ന രീതിയിൽ ഒരു പ്രോജക്റ്റും ഇല്ല. ആകെ ഉണ്ടായിരുന്ന വരുമാനം കിട്ടിയിരുന്ന നമ്മുടെ ടൗൺ ഹാൾ അറിയാം, ടൗൺ ഹാൾ പൂട്ടിയിട്ടാണ് എൻ്റെ പണി നീണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നഗരസഭയ്ക്ക് ആകെ കിട്ടുന്ന വരുമാനം കെട്ടിട നികുതിയും കടകളിൽ നിന്നുള്ള നികുതിയും അതോടൊപ്പം തന്നെ നമ്മുടെ ചന്തകൾ, മാർക്കറ്റുകൾ, ഇതൊക്കെ ലേലത്തിന് കൊടുത്തുള്ള വരുമാനം മാത്രമേ, പ്രൈവറ്റ് സ്റ്റാൻഡ്, അങ്ങനെയുള്ള വരുമാനം മാത്രമേ ഉള്ളൂ. അല്ലാതെ നഗരസഭയ്ക്ക് പുതിയതായിട്ടൊരു വ്യവസായ അടിസ്ഥാനത്തിലോ അല്ലാത്ത രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കുന്ന സ്രോതസ്സ് നഗരസഭയ്ക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള നിരവധി പ്രോജക്റ്റുകൾ വികസന കമ്മിറ്റിയിൽ അംഗമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തൊട്ടടുത്ത വാർഡിലെ കൗൺസിലായിരുന്ന ദുഃഖമുണ്ട്, ഈ പ്രദേശം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വ്യവസായ യൂണിറ്റ് നഗരസഭ ഒരുപാടുണ്ട്, അതും പൂട്ടിക്കിടക്കുകയാണ്. വിഷ്ണു ഉൾപ്പെടെയുള്ള വ്യവസായ യൂണിറ്റുകൾ പൂട്ടിക്കിടക്കുകയാണ്. നമ്മുടെ ആറ്റിങ്ങൽ നഗരസഭയുടെ 1.5 ഏക്കറിൻ്റെ അകത്തുള്ള സ്ഥലമാണ് ഇത് പഴയ നമ്മുടെ ഇവിടെ ഒരു വയോജനങ്ങൾക്ക് താമസിക്കാനുള്ള വൃദ്ധസദനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൗകര്യം കുറവ് കൊണ്ടാണ് ആൾക്കാർ ഇവിടുന്ന് പിരിഞ്ഞു പോയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കെട്ടിടങ്ങളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഓപ്പൺ സ്റ്റേജ് പോലെ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു പ്ലേ ഗ്രൗണ്ട്, പിള്ളേർക്ക് നമ്മുടെ ഇവിടെ ആറ്റിങ്ങൽ നഗരസഭയിലുള്ള പിള്ളേർക്ക് വേണ്ടി ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ തന്നെ നമുക്ക് ഇവിടെ വരുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അയലോക്കത്ത് അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. എന്ന് വെച്ചാൽ സാമൂഹിക വിരുദ്ധർ ഇവിടെ കയറി അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ട് നമ്മുടെ ആറ്റിങ്ങൽ നഗരസഭ ഇതിൻ്റെ കെടുകാര്യസ്ഥത മാറ്റിയിട്ട് ഇവിടെ നല്ലൊരു രീതിയിൽ ഇത് ക്രമീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഇവിടെ ഒരു നല്ലൊരു ഡയറി ഫാം തുടങ്ങുകയാണെങ്കിൽ, മിൽക്കോ പോലുള്ള ഒരു ഡയറി ഫാം ഇവിടെ തുടങ്ങുകയാണെങ്കിൽ നഗരസഭയുടെ ജനങ്ങൾക്ക് തന്നെ അത്യാവശ്യം നല്ല പാല് നമുക്ക് ലഭിക്കും, ഗുണമേന്മയുള്ള പാലുകൾ ലഭിക്കും, ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കും, വിദ്യാഭ്യാസമുള്ളവർക്ക് ഇല്ലാത്തവർക്കെല്ലാവർക്കും തൊഴിൽ ലഭിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ആ പ്രോജക്റ്റുകളൊക്കെ നമ്മളൊരു പ്രതിപക്ഷ അംഗം പറയുമ്പോൾ അതൊരു പുച്ഛത്തോടു കൂടി തള്ളിക്കളയുന്ന ഒരു മനോഭാവമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിൻ്റെ കാര്യം നമുക്ക് പറയാം. കാരണം സ്ത്രീകളോട് കൂടുതൽ അനുകമ്പ കാണിക്കുന്ന ഭരണകൂടം എന്നാണ് പറയുന്നത്, സ്ത്രീ സുരക്ഷയൊക്കെ ആണ് പറയുന്നത്. പക്ഷേ ഈ നഗരസഭയുടെ സ്ത്രീ സുരക്ഷയുടെ പറയുന്ന നഗരസഭ തന്നെ അനേകം സ്ത്രീകൾ ഒരുപാട് ചൂഷണത്തിന് ഇരയാകുന്ന ഒരു സാഹചര്യമാണ് ആറ്റിങ്ങലുള്ളത്. ഒരുപാട് പേര് അമിതമായ പൈസ കൊടുത്ത്, അവർക്ക് ശമ്പളത്തെക്കാളും പകുതിയോളം ലേഡീസ് ഹോസ്റ്റലിൽ പൈസ കൊടുത്ത് ഇവിടെ ജീവിക്കുന്ന ഒരുപാട് പേര് താമസിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്രയമെന്ന നിലയിൽ നഗരസഭ തുടങ്ങിയാണ് വളരെ കുറഞ്ഞ ചിലവിൽ യുവതികൾക്ക് താമസിക്കുന്ന ഒരിടമായിട്ടാണ് ലേഡീസ് ഹോസ്റ്റൽ തുടങ്ങിയത്. മാത്രമല്ല എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഉള്ള കുട്ടികൾ ഇപ്പം ഈ ഹോം സ്റ്റേകളാണ് കൂടുതൽ. തീർച്ചയായിട്ടും ഇവിടെ പോളിടെക്നിക്കിൽ, എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ ആറ്റിങ്ങൽ കോളേജ്, ഇവിടെ വരുന്നവരൊക്കെ മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാർ തന്നെ പലരും പല സ്ഥലങ്ങളിലും വളരെ ചൂഷണത്തിനിരയായിക്കൊണ്ട് അവർ ലേഡീസ് ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ആശ്രയം എന്ന നിലയിൽ നല്ല സൗകര്യങ്ങളുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലാണ് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷേ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഞാനും വികസന കമ്മിറ്റിയിൽ നേരത്തെ പറഞ്ഞു, വികസന കമ്മിറ്റിയിൽ അംഗമാണ്. ഈ ലേഡീസ് ഹോസ്റ്റൽ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇത് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റൂ. ഇതൊരു ഹോസ്റ്റൽ മാത്രം, സ്ട്രക്ചർ മാത്രമാണ്, അതിനുള്ള സൗകര്യങ്ങളൊന്നും അതിൻ്റെ അതില്ല. നമ്മൾ ഏകദേശം ഈ നഗരസഭയുടെ തന്നെ 1 ഏക്കർ ഭൂമിയാണ്. 1 ഏക്കർ ഭൂമിയിൽ ഉള്ളൊരു 2 സ്ഥാപനങ്ങൾ, അതായത് ഒരു വൃദ്ധസാധനം അത് അടച്ചു പൊട്ടിപ്പോയെന്ന് പറയുന്നു, ലേഡീസ് ഹോസ്റ്റൽ ഉദ്ഘാടനമായിട്ടില്ല, തൊട്ടിപ്പുറത്തൊരു അംഗൻവാടിയുണ്ട്. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് നഗരസഭ ഈ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനെ ഉപേക്ഷിച്ച നിലയിൽ കാണുന്നത്? നഗരസഭയ്ക്ക് ഈ പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിടുക എന്നത് മാത്രമാണ് അതിലെ വല്ലതും തടയത്തുള്ളൂ. ഇതിൽ പ്രാവർത്തികമാക്കിയത് കാര്യക്ഷമമായി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശേഷിയോ അത്തരത്തിലുള്ള താല്പര്യമൊന്നും നഗരസഭ ഭരണാധികാരികൾക്കില്ല എന്നതാണ് സത്യം. ഇന്നിപ്പോൾ ഈ വനിതാ ഹോസ്റ്റൽ ഉണ്ടാക്കിയിട്ടതല്ലാതെ ഉദ്ഘാടനം പോലും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അതിനകത്ത് നടക്കുന്നത് ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ടുള്ളൊരു താൽക്കാലിക ക്യാമ്പാണ് നടക്കുന്നത്. ഒരു ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ഇന്ന് വരെ അതിന് ഉപയോഗപ്രദമാക്കുവാൻ. അതിനകത്ത് ഫർണിച്ചറുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. കുറച്ച് നാളെ തൊട്ടടുത്ത അംഗൻവാടിയുടെ റിപ്പയറിങ്ങുമായി ബന്ധപ്പെട്ട് ആ അംഗൻവാടി അതിനകത്തേക്ക് മാറ്റിയിരുന്നു.
അതിനുശേഷം വീണ്ടും ഇപ്പോൾ അംഗൻവാടിയിലേക്ക് ഇപ്പോൾ ഇത് റവന്യൂ ഈ റീസർവേ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഒരു ക്യാമ്പായിട്ട് നിർത്തും. ഇതെന്തെല്ലാം കാര്യത്തിനായിട്ട് ഉപയോഗിക്കാം. നിരവധി വൃദ്ധജനങ്ങൾ ഇവിടെ തേരാപ്പാര വീടില്ലാതെ നാടില്ലാതെ നാട്ടുകാരില്ലാതെ അലയുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ കിടന്ന് നശിച്ചു പോകണം. കോടിക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയിട്ട് ബിൽഡിങ്ങുകൾ അതിന് പരിചരണമില്ലാത്തത് കൊണ്ട് തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയാണുള്ളത്. ഇതൊക്കെ കെടുകാര്യസ്ഥയാണ്. ഇതൊന്നും ഒരു ഭരണാധികാര വർഗത്തിന് പറ്റതല്ല, ഭരണാധികാരികൾക്ക് യോജിച്ചതല്ല. കാരണം നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ പൈസ കൊണ്ട് ഉണ്ടാക്കിയിടുന്ന ബിൽഡിങ്ങുകളായാലും ശരി സ്ഥാപനങ്ങളായാലും ശരി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കെൽപ്പും ത്രാണിയും ഇല്ലാത്തൊരു ഭരണവർഗ്ഗമാണ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. ബെഡുകളൊക്കെ കോവിഡ് സമയത്ത് ആൾക്കാരെ പാർപ്പിച്ചിരുന്ന സ്ഥലമാണ്. അവരുപയോഗിച്ചിരുന്ന ബെഡുകൾ തന്നെ ഇവിടെ അടുക്കിയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല, അകത്ത് കയറി പരിശോധിക്കാൻ കഴിയും. കാരണം ചോർന്നൊലിക്കുകയാണ്. പഴയ കെട്ടിടമാണ്, ആ കെട്ടിടം മുഴുവനും ചോർന്നൊലിക്കുകയാണ്. ഇനി ആ കെട്ടിടം നല്ല രീതിയിൽ എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപയെങ്കിലും ചിലവാക്കിയാൽ മാത്രമേ അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം പൂർത്തീകരിക്കാൻ പറ്റൂ. 5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടമാണ്. അതെ തീർച്ചയായിട്ടും. കാരണം അത് കാലപ്പഴക്കമുണ്ട്. അതും ഭാവിയിൽ ഈ കാണുന്ന കെട്ടിടം പോലെ ആവുമ്പോൾ നഗരസഭ അതും പൊളിച്ചു കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും. ഇപ്പോൾ അത് കുടുംബശ്രീ ഏൽപ്പിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷേ അവിടെ പാചകം ചെയ്യാനുള്ള പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് കാര്യമില്ല. അവിടെ പാചകം അടുക്കള വേണം, അതിനുള്ള സൗകര്യങ്ങളാണ്, ബാത്റൂം ക്ലിയറാണ്, ഇലക്ട്രിക്കേഷൻ ഫിറ്റിങ്സ് എല്ലാം ശരിയാവണം, മുകളിൽ ഷീറ്റ് അടിക്കണം, സ്ത്രീകളാണ് താമസിക്കുന്നത്, അവർക്ക് സുരക്ഷ ഒരുക്കുന്ന രീതിയിലുള്ള CCTV ക്യാമറകൾ വേണം, അതുപോലെ തന്നെ മതിലുകളുടെ പൊക്കം കൂട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളോട്ടാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലോട്ട് വരാം. ഈ പ്രദേശം എന്ന് പറഞ്ഞത് ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. രാത്രി ആയാൽ പന്നികളുടെ വിഹാര കേന്ദ്രമാണ്. ഈ പെരയിടത്തിൽ ഈ കെട്ടിടങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. കാരണം രാത്രിയായാൽ ഇവിടുത്തെ ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. പകൽ സമയങ്ങളിൽ ഇവിടെ ആൺ സുഹൃത്തും പെൺസുഹൃത്തുക്കളും അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന നിരവധി കേസുകൾ ഇവിടുത്തെ പ്രദേശവാസി എന്നോട് പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത കൗൺസിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. കാരണം അവർ ഇതിൽ ഇടപെട്ടാൽ ഇവിടുത്തെ സമൂഹം അവരെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾ ഒരു സദാചാര പോലീസായിട്ട് മുദ്രകുത്തും. അപ്പോൾ ആ ഒരു പേടി കൊണ്ട്, ആ ഒരു നിയമവ്യവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേര് എടുത്ത് പറയുന്നത് ശരിയല്ല ജനപ്രതിനിധി. എങ്കിലും ഇവിടെയുള്ള സ്കൂളുകളിൽ നിന്ന് പോലും ആൺ സുഹൃത്തും പെൺസുഹൃത്തും എന്ന പേരിൽ മണിക്കൂറോളം ഈ പൊളിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ ചെലവഴിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് ചെലവഴിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് നഗരസഭയ്ക്ക് നികുതി കൊടുത്ത് താമസിക്കുന്ന ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് അവർക്ക് നഗരസഭ തിരിച്ച് പണി കൊടുക്കുന്ന എങ്ങനെയാണ്? അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. പകല് ഇവരെ കൊണ്ട് ആൺ സുഹൃത്തിനെയും പെൺസുഹൃത്തിനെയും കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല. രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം, അവരുടെ മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അവരുടെ അട്ടഹാസം, അതുകൊണ്ട് അവർക്ക് ഇവിടെ താമസിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത് പന്നികളുടെ ശല്യം. രാത്രി കാലം ഈ കാടുകളിലാണ് ഞാനും കഴിഞ്ഞ വാർഡുകളിൽ ഇവിടെ പന്നിയെ വെടിവെക്കാൻ വന്നപ്പോൾ ഇവിടെ നിന്നാണ് 2 പന്നികളെ നമ്മൾ ഓട്ടിച്ചത്. കാരണം കിട്ടിയില്ല. ഇവിടെ എൻ്റെ അകത്ത് പന്നികൾ കയറി ഒളിച്ചു നിന്നാൽ പോലും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലായിട്ടാണ് പോകുന്നത്. ഈ പറമ്പ് ഇത്ര ഏകദേശം 1.5 ഏക്കർ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ആൾക്കാർ ഇതിലെ കയറി ഇറങ്ങുന്നതായി നാട്ടുകാർ പറയുകയുണ്ടായി. അതിനൊരു കൊടി പിടിക്കത്തക്ക രീതിയിലാണ് നഗരസഭയുടെ പെരുമാറ്റം. പിന്നെ അടുത്ത് തന്നെ പോളിടെക്നിക് ഉണ്ട്, നമ്മുടെ അംഗനവാടിയുണ്ട്. അവിടെയൊക്കെ കൊച്ചു പിള്ളേരാണ് വരുന്നത്. ആ പിള്ളേർക്കൊക്കെ പിന്നെ ഇഴജന്തുക്കളുടെ ശല്യം, അങ്ങനെ ആ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോൾ പിന്നെ നാളെ ഒരു സമയത്ത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെയ്യേണ്ട രീതിയിൽ നമ്മുടെ നഗരസഭ ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയൊരു വിപത്തിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ തൊട്ടടുത്ത് വൃദ്ധസദനത്തെ പറ്റി പറയാം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള സ്ഥലം ആറ്റിങ്ങലാണ്. കാരണം പ്രൈവറ്റായിട്ട് സ്വന്തമായിട്ട് അച്ഛനും അമ്മയും ചിലപ്പോൾ നോക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാം. ചിലപ്പോൾ ഒരു മോനാനിക്ക് ഉണ്ടായിരിക്കുന്നത് പുള്ളി വിദേശത്ത് പോകുമ്പോൾ അച്ഛനെ അമ്മയെ നോക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ അവർ വൃദ്ധസദനത്തെ ഏൽപ്പിച്ചിട്ട് പോകും, അല്ലെങ്കിൽ ആരും നോക്കാൻ ഇല്ലാത്ത വൃദ്ധസദനത്തെ ഏൽപ്പിച്ചിട്ട് പോകും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ ഒരു വൃദ്ധസദനം ഉണ്ടാക്കിയിട്ട് 2000 വസുമതി നായരുടെ കാലഘട്ടത്തിലാണ് ഈ വൃദ്ധസദനം ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് തുടങ്ങിയ വൃദ്ധസദനം അന്ന് ചില രീതിയിലുള്ള നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോയെങ്കിലും പിന്നെ അതിനുശേഷം പൂട്ടിയിരിക്കുകയാണ്. ഇടയ്ക്ക് ഇവിടെ ഇവിടെ മരുന്ന് കൊടുക്കുന്നതിന് വേണ്ടി പലപ്പോഴും വന്ന് തുറക്കും, വൃദ്ധർക്ക് മരുന്ന് കൊടുക്കും, അങ്ങ് പോകും. പക്ഷേ മറ്റുള്ള തദ്ദേശ സംസ്ഥാനങ്ങളിൽ വൃദ്ധജനങ്ങളുടെ ഉല്ലാസത്തിന് വേണ്ടി, അവരുടെ മാനസിക ആരോഗ്യങ്ങൾക്ക് വേണ്ടി പകൽ വീട് എന്നുള്ള സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നത് വൃദ്ധരായ ജനങ്ങളാണ്. അവർക്ക് മക്കളോട് ചെറുമക്കളോട് മിണ്ടാൻ പറ്റില്ല. കുട്ടികളൊക്കെ മൊബൈലിൻ്റെ ലോകത്താണ്. അവരുടെ കഥ കേൾക്കാൻ ആരുമില്ല. അപ്പോൾ അവരുടെ കൂടെയുള്ള അവരോട് ഒപ്പമുള്ള ആൾക്കാരെ ആയിട്ട് പരിചയപ്പെടാനും ഒന്ന് ഒത്തുകൂടുന്നതിന് വേണ്ടി ഒരു പകൽ വീട് സംവിധാനം പല തദ്ദേശ സംസ്ഥാനങ്ങളിലും അത് ഭയങ്കര വിജയമായിട്ടിരിക്കുന്നത്. കാരണം വൃദ്ധരെല്ലാ ജനങ്ങളെല്ലാവരും കൂടി ഒരു സമയത്ത് ഒരു ദിവസം ഒരു സമയത്ത് ഒരു പ്രദേശത്ത് ഒത്തുകൂടി അവരുടെ പല കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് അവർക്ക് ചെറിയ ക്യാരം ബോർഡ് കളികൾ അങ്ങനെയൊക്കെ ഇരുന്ന് TV കാണുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭാഷണങ്ങൾ നടത്താൻ ഒരു ഏരിയ ആയിട്ട് അതിനെ കൊണ്ടുവന്നാൽ ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. കാരണം എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ അതിന് ഉപയോഗിക്കാം. അല്ലാതെ വൃദ്ധജനങ്ങളെ പരിപാലിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടുകയും വരുമാനം കിട്ടുന്ന സ്രോതസ്സായിട്ടും അതിനെ ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഇതൊന്നും നഗരസഭയ്ക്ക് കഴിയുന്നില്ല.
നഗരസഭ ഭരണകൂടം ഇത്രയും 10 വർഷത്തോളമായി ഈ ലേഡീസ് ഹോസ്റ്റൽ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഈ പ്രോജക്റ്റ് ഞാൻ ഭരണത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ കൊടുത്ത പ്രോജക്റ്റ് പല പ്രോജക്റ്റുകളും ഇപ്പോഴും ചുവന്ന നാടകയകത്താണ്. കാരണം അതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല. വികസനകാര്യ കമ്മിറ്റിയിലെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൊക്കെ ഉള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇത്തരത്തിൽ ഈ ഭാഗത്ത് തന്നെ 3 തരത്തിലുള്ള അനാസ്ഥയാണ് മുനിസിപ്പാലിറ്റി ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ലേഡീസ് ഹോസ്റ്റൽ ഒരെണ്ണം, പിന്നെ ഈ കാട് പിടിച്ചിടക്കുന്ന ഇടിഞ്ഞു പൊളിഞ്ഞ ഈ കെട്ടിടങ്ങൾ, വൃദ്ധസദനം. എന്താണ് നഗരസഭ ഇതിനൊക്കെ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വിരുദ്ധമായിട്ടുള്ള നിലപാടിലേക്ക് പോകാൻ കാരണം എന്താണെന്നാണ് തോന്നുന്നത്? അതിന് വികസനമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം. നഗരസഭ ഭരണകൂടത്തിന് വികസനപരമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ എത്രയോ രൂപ ചെലവഴിച്ചാണ് ടൗൺ ഹാൾ നിർമ്മിക്കുന്നത്. ആ ടൗൺ ഹാൾ പഴയ ടൗൺ ഹാൾ ഇടിച്ച് പൊളിച്ചിട്ട് വെക്കാമെന്നുള്ള പൈസയേക്കാൾ കൂടുതലായി അൽസാജ് എന്നുള്ള ഈ ജില്ലയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്റർ അൽസാജ്, അത് പണിഞ്ഞാൽ പോലും അതിന് 4 കോടി രൂപ ആയിട്ടുള്ളൂ. ഇതിപ്പോൾ 7 കോടി രൂപയോളം അടുപ്പിച്ചായി. പഴയ സ്ട്രക്ചർ തന്നെ ചെയ്യുന്നു. അപ്പോൾ വികസനപരമായ കാഴ്ചപ്പാട് ഭരണകൂടത്തിന് ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ വികസനപരമായി നഗരസഭയ്ക്ക് വരുമാന സ്രോതസ്സായിട്ട് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. അതിനുള്ള കാഴ്ചപ്പാടുകളുള്ള ഒരു ഭരണകൂടം ആരും ബുദ്ധിയില്ലാത്തവരല്ല, എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, കഴിവുള്ളവരാണ്. പക്ഷേ അവർ വികസനത്തെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പല വികസന കമ്മിറ്റികളിലും അതോടൊപ്പം തന്നെ വികസന സെമിനാറുകളിലും നഗരസഭ എല്ലാ വർഷവും സെമിനാറുകളൊക്കെ ഉണ്ട്. ആ സെമിനാറുകളിൽ പോലും ഈ പ്രദേശത്തെ നമുക്ക് എങ്ങനെയെങ്കിലും വികസനപരമായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ നഗരസഭയ്ക്ക് നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുന്ന സ്രോതസ്സായിട്ട് കൊണ്ടുവരണമെന്ന് പല പ്രോജക്റ്റുകളും വെച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ മനസ്സിലാവും. പക്ഷെ അതൊന്നും അവർ ശരിയാക്കാം എന്ന് പറയുന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ നടത്തിയിട്ടില്ല. വളരെ ശോചനീയമാണ് ഇവിടുത്തെ അവസ്ഥ. ആറ്റിങ്ങൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഈ 1 ഏക്കർ പുരയിടം ഇത് ഈ നാടിന് എത്രത്തോളം ദോഷകരമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ അഭിപ്രായങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നടപടി വേണം. നഗരസഭ ഇക്കാര്യത്തിൽ നടപടി എടുത്തേ മതിയാവൂ. കാരണം ഒരു പ്രദേശത്തിൻ്റെ ആകെ പ്രശ്നമാണ്. എന്തായാലും ഇതിന് ഒരു തീരുമാനം, അല്ലെങ്കിൽ ഈ ലേഡീസ് ഹോസ്റ്റൽ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന്, അതുപോലെ തന്നെ ഈ കെട്ടിടങ്ങൾ ഇടിച്ചു മാറ്റുന്നതിനോ മറ്റെന്തെങ്കിലും പ്രോജക്റ്റുകൾ ഇവിടെ കൊണ്ടുവരുന്നതിനോ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഞാനിവിടെ ചോദിക്കാൻ പൂർത്തിയാകുന്നു. നമസ്കാരം.